ഹലോ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാളെ എക്സ്പെക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് എൻ്റെ ഒരു ബ്ലൈൻഡ് പ്രഡിക്ഷനാണ്. ഓക്കെ, ഞാൻ ഓരോ ടോപ്പിക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിരുന്നില്ല, ഞാൻ പറയും ഈ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതെൻ്റെ ഒരു ബ്ലൈൻഡ് പ്രഡിക്ഷനാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വരുമെന്ന്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് എൻ്റെ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പ്രഡിക്ഷൻ എന്ത് ചെയ്യണം ഞാനിങ്ങനെ പറയുവാണ്. ഓക്കെ, മേ ബി അത് ശരിയാവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ബട്ട് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകാൻ നിൽക്കരുത്. നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യുക. ദെൻ ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, സാർ ക്യാരക്ടർ സ്കെച്ച് ചെയ്ത് വരും, അപ്രിസിയേഷൻ ചെയ്ത് വരും. ഞാൻ അതിനകത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പലരും അത് ഫുൾ വീഡിയോ കാണാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്ക് നിന്ന് അങ്ങനെ കമൻറ്റ് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക് ഞാൻ പറഞ്ഞു നിങ്ങൾ കംപ്ലീറ്റ് ത്രൂ ഔട്ട് കാണാം കേട്ടോ. കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. മാക്സിമം നോട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും എന്താണ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്കുകൾ കാണാൻ പറ്റും. അതിനകത്ത് പറയുന്ന പ്രൊവൈഡ് ചെയ്തുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാം അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. മക്കളെ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ റോഡ് ടു 100K ആണ്. നിങ്ങളാണ് 100K എത്തിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും പരീക്ഷകൾ കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു, ഫിസിക്സ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു, ബയോളജി കഴിഞ്ഞു. അപ്പം ഇതിലെല്ലാം നമ്മുടെ സപ്പോർട്ട് കംപ്ലീറ്റ് നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളത് നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളിൽ നിന്നൊക്കെ നിങ്ങളുടെ റെസ്പോൺസുകൾ മെസ്സേജിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ജേണിയിൽ നമ്മൾ ഒപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാവണം. അപ്പം 100K നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ റീച്ച് ചെയ്യിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫോളോ ആയിട്ട് വരുന്ന ഇതിന് ശേഷം വരുന്ന ഫോളോ അപ്പ് ആയിട്ട് വരുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. ഓക്കെ, ഇതും കൂടി നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ അപ്രീസിയേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്രീസിയേഷനിൽ എൻ്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ, ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രഡിക്ഷനാണ്. ഒന്നുകിൽ ഡെത്ത് ദി ലെവലർ അല്ലെങ്കിൽ ഇഫ്. ഓക്കെ, മേ ബി ഞാനൊരു പോസിബിലിറ്റി ഉണ്ട്, സ്ലീപ്പ്. അതായത് ഈ സാധനം ചോദിക്കുമെന്നല്ല, ഇതുമായിട്ട് തീം റിലേറ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും കവിത തന്നിട്ട് അതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിക്കാം. കമ്പാരിസണാണ്. അല്ലാതെ നമ്മൾ പഠിച്ച കവിത അതേപോലെ എടുത്ത് അപ്രിസിയേഷൻ എഴുതാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത്. കമ്പാരിസണാണ്. അപ്പം ഞാൻ 3 പോസിബിലിറ്റി പറയുന്നുണ്ട്. ഡെത്ത് ദ ലെവലർ, ഇഫ്, ദെൻ അടുത്തെന്താണ് ടു സ്ലീപ്പ്. അപ്പം ഇത് കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഇതിൻ്റെ സിമിലർ തീമിൽ വരുന്ന ഏതെങ്കിലും കവിത ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം 5 പോയും പഠിക്കുക. അതിൻ്റെ കൂടെ ഇതിന് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. നിങ്ങൾ അത് അപ്രിസിയേഷൻ എഴുതാൻ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കുക. ചില കുട്ടികൾ ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, എന്നിട്ട് അതിന് പകരം വേറെ വരുന്ന എസ്സേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സ്പീച്ചോ എന്തെങ്കിലും എന്ത് ചെയ്യും, നിങ്ങൾ എഴുതാറുണ്ട് 8 മാർക്കിന്. അപ്പം നിങ്ങളത് ഫോക്കസ് ചെയ്യുക. അടുത്ത സ്പീച്ച്. അപ്പോൾ ഈ സ്പീച്ച് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ഡിസ്കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരുപാട് സാധനങ്ങൾ പോസിബിലിറ്റി ഉള്ളതാണ്. ഒരുപാട് ബ്രോഡായിട്ടുള്ളൊരു ഏരിയ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജനറൽ ആയിട്ട് ഒരു ടോപ്പിക് എന്നിട്ട് സ്പീച്ച് എഴുതാൻ വേണമെങ്കിൽ പറയാം. നമുക്ക് ജനറൽ ടോപ്പിക്കിൽ ഒരു സ്പീച്ച് എഴുതാൻ വേണമെങ്കിൽ തരാം. ഓക്കെ, ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കുന്ന പാഠമായിട്ടൊന്നും ബന്ധമില്ലാതെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് തരാം. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുടെ ഇഷ്ടമാണ്. ഇനി ഞാൻ കുറച്ച് പോസിബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് 1-2 പോസിബിലിറ്റി പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പോസിബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ആയതുകൊണ്ട് തന്നെ മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ സ്കൂളിൽ പബ്ലിക് എക്സാമിൻ്റെ ടൈമിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂളിൽ അസംബ്ലിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇവൻറ്റിൽ നടത്തുന്ന ഒരു സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പം അതൊരു സ്പീച്ചായി. ഓക്കെ, ഇനി നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് എന്താണ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ്, അത് അല്ലെങ്കിൽ എങ്ങനെ യുണീക്ക് ആവാം എന്നുള്ള നിങ്ങളൊരു കോൺസെപ്റ്റ്, അത് വെച്ചിട്ടൊരു സ്പീച്ച് എഴുതാൻ വേണ്ടി പറയാം. പിന്നെ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ. നമ്മുടെ സേക്രഡ് ടൈറ്റിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് അതിൽ ആ ഒരു സ്റ്റോറിക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, 2 സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിക്രമം നേരിടുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ജനറൽ ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്ത് ചെയ്യാം, സ്പീച്ച് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യാം പറയാം. അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് ഏതെങ്കിലും ടോപ്പിക് എന്നൊരു സ്പീച്ച് എഴുതാൻ പറയാം. മേ ബി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈവൻ എന്താണ് നമ്മുടെ ഡ്രഗ് അബ്യൂസ്. ഓക്കെ, അപ്പം +2കാർക്ക് അത് പഠിക്കാനുണ്ട് ചാപ്റ്റർ. എന്നാൽ ഡ്രഗ് റിലേറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സ്പീച്ചിന് ചോദിക്കാം. അപ്പം ഇതൊക്കെ ഞാൻ പോസിബിലിറ്റീസ് പറയുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം പാഠങ്ങൾ പഠിക്കുമ്പോൾ പാഠത്തിലുള്ള ആ ഒരു സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത എസ്സേയും ഞാൻ ഈ സ്പീച്ചിന് പറഞ്ഞ സിമിലർ ടോപ്പിക്സ് അവിടെയും വരും. ഓക്കെ, അവിടെയും പോസിബിളാണ്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ മാറ്റി പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ
റെലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എസ്സേക്ക് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഇന്ത്യ ഇൻ ദ ഡ്രീംസ് ഓഫ് ഗാന്ധി എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാഠത്തിന് 2 ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഗാന്ധിജി വരുന്നതിന് മുന്നത്തെ ഇന്ത്യ, ഗാന്ധിജി വന്നതിന് ശേഷമുള്ള ഇന്ത്യ എങ്ങനെയാണ്, അപ്പം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ആൻഡ് ബിഫോർ ഗാന്ധി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതൊരു ഇതായിട്ട് വരാം. ഇനി ഇതിൽ എസ്സേയിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യം, ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യം അത് എസ്സേയിൽ ചോദിക്കാൻ പറ്റില്ല. അപ്പം അത് പോസിബിലിറ്റി ഉണ്ട്. പിന്നെ സൈബർ സ്പേസിനെ കുറിച്ച് ചോദിക്കാം, ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയയുടെ യൂസേജിനെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ എസ്സേയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും സാധനങ്ങൾ ഞാൻ എസ്സേക്ക് പറയുന്നുണ്ട്. ഇനി ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ചോദിക്കാൻ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഹോളയുടെ ടേക്ക് ഓഫ് ലാൻഡിങ് ആണ്. പിന്നെ ടർട്ടിൽ കോളിംഗ് എന്ന് പറയുന്ന ഒരു റിച്വലാണ്. അപ്പം അത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ നിന്ന് മാത്രമല്ലാണ്ട് മാറ്റി ചോദിക്കാം. മാറ്റി ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗെയിംസിനെ കുറിച്ചോ, ഗെയിമിനെ നിങ്ങൾ കണ്ടു അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയാം. അപ്പം അതങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചൂരൽമലയിൽ എന്തിട്ടുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം നിങ്ങൾ അവിടെ റിപ്പോർട്ടർ ആണ്, നിങ്ങൾ ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, അവിടുത്തെ ലൈവ് ടി വി റിപ്പോർട്ടിങ് എന്ത് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ എഴുതാൻ ചോദിക്കാം. നമ്മുടെ ക്വസ്റ്റ്യനാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് നോക്കുന്നത്, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളിന് നമ്മൾ കുറച്ച് ചിന്തിപ്പിക്കണം, നമ്മുടെ ആ ഒരു റൈറ്റിംഗ് സ്കില്ലൊക്കെ എന്ത് ചെയ്യണം, പുറത്തടിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പം അതവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ടി വി റിപ്പോർട്ടിനകത്ത് അതിങ്ങനെ എങ്ങനെ പോകുന്നുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്തും സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് ഏതെങ്കിലും ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ എന്ത് പറയാം, നമ്മുടെ ഈ സേക്രഡ് ട്രജേഴ്സ് ഓഫ് കണ്ടാവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അവരെന്ത് ചെയ്യുന്നില്ലേ, അവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കടലിലേക്ക് ചാടി പോകുന്നു, ആമകളായിട്ട് മാറുന്നു. ആ സംഭവമില്ലാണ് മക്കളെ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് വരാം. അല്ലെങ്കിൽ ടർട്ടിൽ കോളിങ്ങിനെ കുറിച്ചുള്ള സാധനം എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് വരാം. അപ്പോൾ അങ്ങനെയും അതിലെന്തുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മുടെ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പാഠം എഴുതിയ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി, സ്റ്റീഫൻ ഹോക്കിംഗ്, APJ അബ്ദുൽ കലാം, അങ്ങനെയുള്ള ആൾക്കാർ അവരെ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് നമ്മൾ വാർത്തകൾ കേൾക്കുന്നതാണ്, സുനിത വില്യംസിൻ്റെ കാര്യം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം നമുക്ക് സയൻസ് ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ സുനിത വില്യംസിൻ്റെ പ്രൊഫൈൽ വേണമെങ്കിൽ ചോദിക്കാം. ഈവൻ സ്പോർട്സ് പേഴ്സണാലിറ്റീസിൻ്റെ പ്രൊഫൈൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. നമുക്ക് എടുത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ PR ശ്രീജേഷ് ഉണ്ട്. നമ്മുടെ ഹോക്കി ഇന്ത്യൻ ഹോക്കി ടീമിൽ ഉള്ള PR ശ്രീജേഷ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേരിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വേണമെങ്കിൽ എഴുതാൻ വേണമെങ്കിൽ പറയാം. അത് ഞാൻ അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ ചാപ്റ്ററിൽ ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചോദിക്കാം, അബ്ദുൽ കലാമിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാം, ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇനിയിപ്പോൾ ഹസനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചോദിക്കാം, AJ ഗ്രോണിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അവിടെ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഇൻ്റർവ്യൂ ചെയ്യാൻ ചോദിക്കാം. അപ്പം ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഇതിപ്പോൾ ഞാൻ സുനിത വില്യംസിൻ്റെ കേസ് പറഞ്ഞു, PR ശ്രീജേഷിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെയുള്ള ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഏരിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടി. സോ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ അങ്ങനെയുണ്ട്. ദെൻ അടുത്ത പോയം കോംപ്രിഹെൻഷൻ. നമ്മൾ കവിത തന്നിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലേ, അപ്പം അത് മോസ്റ്റ് പ്രോബബ്ലി ഡെത്ത് ദി ലെവലർ ഇല്ലെങ്കിൽ ഇഫാണ് എൻ്റെ ഒരു ഊഹം. ഡെത്ത് ദി ലെവലർ അല്ലെന്നുണ്ടെങ്കിൽ ഇഫ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഇനി ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഹസൻ 2 തവണ ചോദിച്ചായിരുന്നു, 23-24. ഇപ്രാവശ്യം മോഡലിന് മാഗിയാണ് ചോദിച്ചത്, എന്ത് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഗുപ്ത അല്ലെന്നുണ്ടെങ്കിൽ ആരെ ചോദിക്കാം, ഗുപ്ത, മാഗി. ഞാൻ ഇവർ 2 പേരെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഹസൻ 2 പ്രാവശ്യം ചോദിച്ചതുകൊണ്ട് എനിക്ക് പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഗുപ്തയും എന്ത് ചെയ്യുന്നുണ്ട്, മാഗിയും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നിക്കോള ആൻഡ് ഇവാൻ ഇവാനിച്ചിൻ്റെ ക്യാരക്ടർ കമ്പാരിസൺ. അപ്പം ഈ ഒരു 3 കാര്യം നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും റൈറ്റപ്പ് അല്ലെങ്കിൽ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എസ്സേക്കും സ്പീച്ചിനും ഒക്കെ പറഞ്ഞ ടോപ്പിക്കുകളില്ലേ മക്കളെ. അപ്പം അതിലേതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റപ്പിനും പാരഗ്രാഫിനും എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള ചാൻസുകളുണ്ട്. ഇങ്ങോട്ടും മാറി ക്വസ്റ്റ്യൻ ഒരെണ്ണം അവിടെ ചോദിച്ചാൽ വേറൊരു ടോപ്പിക് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ടേക്ക് ചോദിച്ചാൽ മതിയല്ലോ. ഇപ്പം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, കറേജ്, വിമൻ എംപവർമെൻറ്റ്, എൻവയോൺമെൻറ്റ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അടുത്ത പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യണം. അത് സിമ്പിളാണ്, ഒന്നുമില്ല.
നമുക്കൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിനെ അതിൻ്റെ മീനിങ് മാറാതെ, അതിൻ്റെ ആശയം ഒരിക്കലും തെറ്റാതെ, അതിൻ്റെ ആശയം അതിന് ഒരു ചോർച്ചയും സംഭവിക്കാതെ നമ്മൾ അതിൻ്റെ മൂന്നിലൊന്നാക്കി ചുരുക്കി എഴുതണം. അതിലുള്ള സെയിം വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ സിമ്പിൾ ലാംഗ്വേജിൽ തരുന്ന പാരഗ്രാഫ് എത്രയുണ്ടോ അതിൻ്റെ മൂന്നിലൊന്നാക്കി എന്ത് ചെയ്യുക, നമ്മൾ ചുരുക്കി എഴുതുക. ഇതാണ് പ്രിസി റൈറ്റിംഗ്. പ്രിസി റൈറ്റിംഗ് നിങ്ങൾക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, എൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, ഇതിനടുത്ത് ലെറ്റർ ടു ദി എഡിറ്റർ. ലെറ്റർ ടു ദി എഡിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ ഇഷ്യൂസിനെ കുറിച്ച്, ഇപ്പോൾ പൊല്യൂഷനെ കുറിച്ച് എഴുതാൻ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, ഓക്കെ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ എഴുതാൻ ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഈ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന വേറെ ഈ ഡ്രഗ് അബ്യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല, അങ്ങനെയുള്ള ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇല്ലേ, ഈ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പരിപാടികളില്ലേ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ എഴുതാൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ഇൻട്രൊഡക്ടറി സ്പീച്ച്. ഈ ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് മിക്കവാറും ചോദിച്ചു കണ്ടുള്ളത് ഹസൻ. ഓക്കെ, ഹസനെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ്. അപ്പം AJ ക്രോൺ എന്ത് ചെയ്യുന്നു, ഹസനെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു ഇവൻറ്റിലേക്ക്, പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു സ്പീച്ച്. ഓക്കെ, അത് നമുക്ക് ആ ഒരു സെയിം സാധനം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഈവൻ സ്റ്റീഫൻ ഹോക്കിങ്ങോ അബ്ദുൽ കലാമോ ആരെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ സ്കൂളിൽ വരുവാണ്. അപ്പോൾ ആ ആൾ വരുന്ന സമയത്ത് അയാളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഇൻട്രൊഡക്ടറി സ്പീച്ച്. അത് അവിടെ ചെന്നു. അടുത്ത ഇൻട്രൊഡ്യൂസിങ് എ പ്ലേസ് ടു എ ടൂറിസ്റ്റ്. ഒരു ടൂറിസ്റ്റിന് അല്ലെങ്കിൽ കുറച്ച് ടൂറിസ്റ്റുകൾക്ക് നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സാധനം എഴുതാനും ചോദിക്കാം. അപ്പം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞിട്ട് ഇന്ന പ്രത്യേകതകൾ, ഇന്ന ഫുഡ് കിട്ടുന്നുണ്ട്, ഇന്ന സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് ഇൻട്രൊഡ്യൂസിങ് എ പ്ലേസ് ടു എ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ട്രാവൽ എസ്സേ ഓർ ട്രാവൽ ഇൻഫോ ഓർ ട്രാവൽ ബ്രോഷർ. അപ്പം ഒരു കാര്യം പറയും, ഈ ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാൽ ഒരു കിടിലം ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണം മക്കളെ, വർത്താണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പോൾ ട്രാവൽ എസ്സേ അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോ അല്ലെങ്കിൽ ട്രാവൽ ബ്രോഷർ. ഞാൻ ബ്രോഷറിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ട്രാവൽ എസ്സേയോ ട്രാവൽ ഇൻഫോയോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പ്ലേസ് എടുക്കുക, ആ പ്ലേസിനെ കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പ്ലേസിൽ എങ്ങനെ എത്തിച്ചേരാം, അവിടുത്തെ ക്യുസീൻ, അവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, നമ്മളിങ്ങനെ ഓരോന്ന് ഹെഡിങ് കൊടുത്ത് താഴെ അതിനെക്കുറിച്ച് എഴുതുന്നു, അതിനൊരു പെട്ടിക്കകത്താക്കി വയ്ക്കുന്നു, സംഭവം തീർന്നു, വീഡിയോ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് ബ്ലോഗ് ചോദിക്കാം. ഇനി റിപ്പോർട്ടഡ് സ്പീച്ച് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രറ്റ, നമ്മുടെ ഇതാണല്ലോ കോൺസെപ്ഷ്യൽ ഫ്രൂട്ട്, അതും അല്ലെങ്കിൽ സെറാങ് ഓഫ് റണഗാഞ്ചി. ഓക്കെ, അപ്പം ഈ ഒരു 3 ചാപ്റ്ററിൽ നിന്നാണ് എനിക്ക് പോസിബിലിറ്റി കൂടുതൽ തോന്നുന്നത്. ഓക്കെ, ഇമെയിൽ ചോദിക്കാം. ഇമെയിൽ ചോദിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പേഴ്സണെ നിങ്ങൾ ഏതെങ്കിലും ഇവൻറ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇമെയിൽ എഴുതാൻ പറയാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ടല്ലോ ഐ വിൽ ഫ്ലൈ. അപ്പോൾ അതിൽ പയ്യൻ എന്ത് ചെയ്തു, അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചൊക്കെ കേട്ട് മോട്ടിവേറ്റഡ് ആയല്ലോ. അപ്പോൾ ആ പയ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിന് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയക്കുകയാണ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഇത്രയും ടോപ്പിക്കുകൾ ചെയ്യുന്ന ഇതാണ് എൻ്റെ ഒരു ബ്ലൈൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. മക്കൾ പഠിക്കുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക. ഫുൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാം കവർ ചെയ്യണം. ഓക്കെ, ഗ്രാമർ പോർഷൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. പിന്നെ ഞാൻ എഴുതാൻ വിട്ടുപോയ കാര്യം, കോൺകോഡ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാണ്. കോൺകോഡ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 മാർക്കിനും 2 മാർക്കിനും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. പിന്നെ അഡ്വൈസ്, വിട്ടുപോയൊരു കാര്യമാണ് അഡ്വൈസ് ചെയ്താണ് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 2 മാർക്കിനെങ്കിലും കാണാം. മാക്സിമം പോയാൽ ഒരു 3 മാർക്ക്, കുറഞ്ഞ 2 മാർക്ക്. അതിൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, പക്കയായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളെ ഒരു 100K എന്ന് പറയുന്ന മാർക്കിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.